മുൻ KPCC ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം കോഴിക്കോട് ജനശ്രീ മിഷൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഞാൻ പറഞ്ഞത് ഈ യോഗത്തിൽ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഈ പിണറായി വിജയൻ്റെ ഭരണം ഫാസിസ്റ്റ് ഭരണമാണ് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായിയോട് സംസാരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ സുബ്രഹ്മണ്യം ഫോർവേഡ് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു. വെറും കേസല്ല, കലാപാഹ്വാനത്തിനാണ് കേസെടുത്തത്. പിണറായി വിജയൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ കലാപാഹ്വാനം നടത്തി. അത് ഞങ്ങളെല്ലാവരും പ്രതിഷേധിച്ചതാണ്. ഈ ജനശ്രീ മിഷൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെ രാഷ്ട്രീയക്കാരെല്ലാം അനുഭാവികളുടെ സംഘടനയാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു പ്രതിഷേധം ഇതുപോലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇവരെ ജനശ്രീ മിഷൻ്റെ പ്രവർത്തകരെ പ്രേരിപ്പിച്ചത് ഈ ഫാസിസ്റ്റ് നടപടിയിലുള്ള ശക്തമായ രോഷമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി ഹിറ്റ്ലറെ മാതൃകയാക്കി ഭരിക്കുമ്പോൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ മാതൃകയാക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നടപടികൾക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിൽ പ്രതിരോധത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നില്ലെങ്കിലും കോൺഗ്രസ് അനുഭാവമുള്ള ജനശ്രീ മിഷനും അതിൽ പങ്കുചേരും. ഞങ്ങൾ ഇന്നലെ 2 ദിവസം ഈ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ കൂടി ലക്ഷ്യ 2026 എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മുന്നൊരുക്കങ്ങളിൽ തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അർഹതയുള്ള ആളുകളെ പരിഗണിക്കും. അതിൽ യുവാക്കൾ, വനിതകൾ, വളരെ പരിചയസമ്പന്ന എല്ലാവരെയും പരിഗണിക്കുമെന്നുള്ള ഒരു ബ്രോഡർ സമീപനം സ്വീകരിച്ചു. ശ്രീ KC വേണുഗോപാൽ AICCയുടെ സെക്രട്ടറിയോടെ പ്രഖ്യാപിച്ചു. ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ പാടില്ല. പാർട്ടി തീരുമാനിക്കും. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ ഞാനല്ല, ഏത് കോൺഗ്രസ് നേതാവും അതനുസരിക്കണ്ടേ? പാർട്ടി തീരുമാനിച്ചാൽ ഞാനും മത്സരിക്കും, അത്രയേ ഉള്ളൂ. അല്ല, അത് ഇന്നലെ പറഞ്ഞല്ലോ. അതും MP-മാർ തന്നെ പറഞ്ഞല്ലോ. പാർലമെൻറ്റ് അംഗങ്ങൾ ഇപ്പോൾ വാസ്തവത്തിൽ MP-മാർ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇഷ്ടം പോലെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ. നയപരമായ ഒരു കാര്യമാണ്. ഹൈക്കമാൻഡ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. MP-മാർക്ക് ആഗ്രഹിക്കാം, പക്ഷേ MP മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതെ, അത് ശരിയാണ്. അവർക്ക് മത്സരിക്കാൻ പ്രത്യേക അയോഗ്യതയൊന്നുമില്ല, വിരോധമല്ല. പക്ഷേ ഇത്രയും ഒരു വലിയ വിജയമുണ്ടായൊരു പശ്ചാത്തലത്തിൽ MP-മാർക്ക് ആഗ്രഹിക്കാം, പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡല്ലേ? അല്ല, അതെല്ലാം നോക്കിയല്ലേ ധർമ്മടം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഈ ആസ്പെക്ട് എല്ലാം പരിഗണിച്ചായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കും. മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കുന്ന ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി പോലുള്ള നേതാക്കൾക്കെതിരെ അദ്ദേഹത്തിന്റെ നാട്ടിലടക്കം പോസ്റ്റുകൾ വരുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന ഒരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. മുതിർന്ന നേതാക്കളെയും ചെറുപ്പക്കാരെയും മുൻഗണന ചെറുപ്പക്കാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾക്ക് മത്സരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് അവരുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമല്ലോ. ആ വിമർശനത്തിന് ശക്തമായ മറുപടി ഇന്നലെ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കധികം അവിടെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്ന വീടുകളുടെ തറക്കല്ലിടൽ നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, ഇപ്പം എല്ലാം കഴിഞ്ഞു. അതൊക്കെ എടുത്ത് തറക്കല്ലിടാൻ പോവുകയാണ് പ്രിയങ്ക ഗാന്ധി അടുത്ത ആഴ്ച. സ്വമേധയാണ് പോലീസ് കേസെടുത്തത്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസും ലീഗും യൂത്ത് ലീഗും ഒക്കെ പരാതി കൊടുത്തെങ്കിലും ഇതുവരെ ഒരു കേസോ FIR ഒന്നും വിട്ടിട്ടില്ല. UDF സർക്കാരിന്റെ കാലത്ത് അത് ഇടുകയും ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി അല്ലല്ലോ സുബ്രഹ്മണ്യം അല്ലല്ലോ വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനം ഇപ്പോൾ വളരെ വ്യക്തമായല്ലോ.
ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടത് വെള്ളാപ്പള്ളി BJPക്ക് ധാർമ്മിക പിന്തുണ നൽകിയതിൽ മാർക്സിസ്റ്റ് അണികളിൽ വലിയ പ്രതിഷേധമല്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ പേരിൽ മറുപടി പറയാൻ ഞങ്ങളില്ല. പക്ഷേ വെള്ളാപ്പള്ളി രാവിലെ ഒരഭിപ്രായം, വൈകുന്നേരം ഒരഭിപ്രായം പറയുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളിയോടുള്ള CPMൻ്റെ സമീപനം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയത്, അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി സ്വന്തം മുന്നണിയിലെ ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ശരിയാ, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ ആവാൻ ബിനോയ് വിശ്വത്തിന് സാധ്യമല്ല. അതുപോലെ എൻ സുബ്രഹ്മണ്യത്തിനോടുള്ള പരിഗണന പിണറായി വിജയനുള്ള പരിഗണനയിൽ നിന്ന് വളരെ വ്യത്യാസമായി. അല്ലല്ല, അതൊക്കെ വാർത്തകളാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർക്ക് അർഹതയുള്ള സീറ്റ് അവർക്ക് ആവശ്യപ്പെടാം. പക്ഷെ അവർ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പലയിടത്തും ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഡിമാൻഡുകൾ വന്നാൽ തീർച്ചയായിട്ടും മുന്നണിക്കകത്ത് സംസാരിച്ച് സീറ്റുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ എക്സ്ചേഞ്ച് വേണ്ടി വരും. ചിലപ്പോൾ ഏതെങ്കിലും സീറ്റ് കൂടുതൽ ചോദിച്ചാൽ അത് കൊടുക്കേണ്ടി വരും. അത് UDFൻ്റെ അടിത്തറ വിപുലപ്പെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ അവകാശവാദങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഉണ്ടാവണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനും NSഉം അല്ല, പാർട്ടിയാണ്. പാർട്ടി തീരുമാനിച്ചാൽ അതല്ല, രാഷ്ട്രീയക്കാരോട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കെട്ടുപ്രായമായി നിൽക്കുന്ന പെണ്ണുങ്ങളോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? നല്ലൊരു വരനെ കിട്ടി വീട്ടുകാർ നിർമ്മിച്ചാൽ അപ്പം കല്യാണം, അപ്പം കഴുത്ത് കെട്ടി കൊടുക്കും. അതല്ലേ? അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരോട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിക്കരുത്. നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൽ പറയുകയാണ്. സർവേ റിപ്പോർട്ടുകൾ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ടല്ലേ ഹൈക്കമാൻഡ് അവരിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മാസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ നമ്മുടെ മിശ്രയുടെ നേതൃത്വത്തിൽ മറ്റേ സ്ക്രീനിങ് കമ്മിറ്റി വെച്ചു. അവർ വരികയാണ്. അവരെല്ലാ നേതാക്കളെയും, പ്രാദേശിക നേതാക്കളെയും, MLAമാരെയും അതുപോലുള്ള പ്രധാന ആളുകളെ കാണും. പലതരത്തിലുള്ള പ്രോസസ്സല്ലേ, സർവേ അതിൻ്റെ ഒരു ഭാഗമാണ്. നേരത്തെയും ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഗുണകരമെന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനം കലകൂലമില്ലല്ലോ എടുക്കുന്നത്, പാർട്ടി ഹൈക്കമാൻഡല്ലേ. അവർ കൊടുക്കുന്ന ആ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനമെടുക്കുന്നതിന് സഹായകമായിരിക്കും.